ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് മയോർക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ റയൽ വഴങ്ങിയിരുന്നു. മാർട്ടിൻ ആയിരുന്നു മയോർക്കയ്ക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത്. പക്ഷേ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് തിരികെ വന്നു എന്നുള്ളതാണ്. 68-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പെ ഒരു ഗോൾ സ്വന്തമാക്കുകയായിരുന്നു. ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത്. പിന്നീട് മത്സരത്തിന്റെ 95-ാമത്തെ മിനിറ്റിൽ റാമോൺ ജീസസ് വല്ലേഹയുടെ ഒരു അസിസ്റ്റിൽ നിന്നും ഗോൾ സ്വന്തമാക്കി. ആ അവസാന നിമിഷത്തിലെ ഗോളാണ് റയലിന് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നിലവിൽ ലാലിഗ പോയിന്റ് പട്ടികയിൽ റയൽ 2ാം സ്ഥാനത്താണ്. 36 മത്സരങ്ങളിൽ നിന്ന് 78 പോയിന്റാണ് അവർക്കുള്ളത്. FC ബാഴ്സലോണക്ക് 35 മത്സരങ്ങളിൽ നിന്ന് 82 പോയിന്റാണ് ഉള്ളത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, കിലിയൻ എംബപ്പെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് അരങ്ങേറ്റ സീസണിൽ റയലിന് വേണ്ടി 40 ഗോളുകൾ പൂർത്തിയാക്കുന്ന റയൽ ചരിത്രത്തിലെ ആദ്യത്തെ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ കിലിയൻ എംബപ്പയുടെ പേരിലാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പോലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു റെക്കോർഡാണ് എംബപ്പെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് അരങ്ങേറ്റ സീസണിൽ ആരും തന്നെ റയലിന് വേണ്ടി 40 ഗോളുകൾ നേടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആകെ 45 ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ സീസണിൽ എംബപ്പെ വഹിച്ചിട്ടുള്ളത്. 40 ഗോളുകൾ, 5 അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതോടൊപ്പം ചില കണക്കുകൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ലാലിഗയിൽ അരങ്ങേറ്റ സീസണിൽ റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡ് ഇപ്പോൾ എംബപ്പയുടെ പേരിലാണ്. 28 ലാലിഗ ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അരങ്ങേറ്റ സീസണിൽ റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും എംബപ്പയുടെ പേരിലാണ്. 7 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ചുരുക്കത്തിൽ എംബപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സീസൺ തന്നെയാണ് ഇത്. പക്ഷേ റയലിന് കൂടുതൽ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമായ കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.